സ്പോർട്സ് മോഡ് പിന്നെ അക്രമമായിട്ടോ വണ്ടി. സസ്പെൻഷൻ മോണനുസരിച്ച് കേബിൾ പോകണുണ്ടോ. What's happening with this Kochi Machar and welcome back to another vlog. അപ്പോൾ ഞാൻ വന്നിട്ട് ഡുക്കാട്ടിയുടെ ഷോറൂമിൽ ആൻഡ് വി ഹാവ് ദ മോസ്റ്റ് പവർഫുൾ സിംഗിൾ സിലിണ്ടർ ബൈക്ക് ഇൻ ദ വേൾഡ് ആൻഡ് ദാറ്റ് ഈസ് ദ ഡുക്കാട്ടി ഹൈപ്പർ മോട്ടാഡ് മോണോ. അതാണ് തൊട്ട് ബാക്ക് ഇരിക്കണേ. അതിൻ്റെ RVE വേർഷൻ അല്ല നമ്മളിൽ, ഇത് നോർമൽ മോണോ ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ്. പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കാര്യം സമയം കിട്ടിയില്ല, വണ്ടി വന്ന അപ്പം തന്നെ പോകണതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതാണ് നമ്മുടെ ഹൈപ്പർ മോട്ടാഡിൻ്റെ 698 മോണോ എന്ന് പറഞ്ഞ വണ്ടി. ഇതിൽ വന്നിരിക്കുന്ന എൻജിൻ സിംഗിൾ സിലിണ്ടർ എൻജിനാണ്, ഡിറൈവ്ഡ് ഫ്രം 1299 ഡിറൈവ് ചെയ്ത ഒരു എൻജിനാണ്. ഫ്രണ്ട് നിങ്ങൾക്ക് കാണാം ഫുൾ LED ഹെഡ് ലാംപ്സ്. ജസ്റ്റ് ഞാൻ ഓണാക്കി കാണിച്ചു കേട്ടോ. കണ്ടോ, ഇതാണ് ആ LED ഹെഡ് ലാംപ്സ്. ഹൈപ്പർ മോട്ടാഡിൻ്റെ ലുക്ക് അവർ മാക്സിമം ഇതിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ചെറിയ വണ്ടിയാണ്. 151 kg ഉള്ളൂ വണ്ടിയുടെ വെയിറ്റ് എന്ന് വെച്ചാൽ. അതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് 17 ഇഞ്ച് വീൽസ്, 330 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, സിംഗിൾ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റോസഫോർ ടയേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സിംഗിൾ സിലിണ്ടർ 659cc എഞ്ചിൻ. ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ വന്നില്ല. RV മോഡലിലാണ് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ കൊണ്ടുവരുന്നത്. കുറച്ച് പവർ വ്യത്യാസമൊക്കെ നമുക്ക് അതിൽ എക്സോസ്റ്റ് ഒക്കെ വരും. അപ്പോൾ കുറച്ച് പവർ വ്യത്യാസമുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 77.5 HP ആൻഡ് 63 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് REV വേർഷനിൽ വരുമ്പോഴത്തേക്കും അതൊരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 84 HP വരെ പവർ വരും. നമുക്ക് ഫ്രണ്ടിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് നമുക്ക് കാണാൻ പറ്റുക. കണ്ടത്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നമുക്ക് കാണാം. കൂടാണ്ട് നമുക്ക് റിയറിലേക്ക് നോക്കാൻ പോയാൽ മോണോഷോക്ക്, അത് നമുക്ക് ലിങ്ക് ടൈപ്പാണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നമുക്ക് അലുമിനിയം സ്വിംഗ് ആംസ് അവർ കൊടുത്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് റോസഫോർ ടയേഴ്സും കാണാം കേട്ടോ. ബാക്കി എന്നുള്ള ലുക്കാണ്, ഒരു രക്ഷയില്ല. ആ ഡുവൽ എക്സോസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡുവൽ എക്സോസ്റ്റ് ഭയങ്കര രസമുണ്ട്, കേൾക്കാനും നല്ല അടിപൊളിയാണ്. ഏകദേശം നമുക്ക് സിംഗിൾ സിലിണ്ടർ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്യൂക്കിൻ്റെ സൗണ്ടൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ ഹൈപ്പർ മോട്ടാഡ് 698 മോണോ എന്നുള്ള ഒരു ഇതുകൊണ്ട്, പിന്നെ ഇത് ഈ ഒരു ലുക്ക് ഉണ്ട്, എന്താ രസമല്ലേ, ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് ഇത് കാണാം, അലുമിനിയം സ്വിംഗ് ആകുമ്പോൾ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വൈ ഷേപ്പ് ഉള്ള ഒരു അലോയ് വീൽസാണ് ഇതിനെ കൊടുത്തേക്കണേ. ഭയങ്കര വലിയ എഞ്ചിനാണ്. ആ ഒരു 1299 ഡിറൈവ് ചെയ്ത ഒരു എൻജിനും കൂടിയാണ് ഈ ഒരു എൻജിൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. ആ ഒരു ഹൈപ്പർ മോട്ടാറിൻ്റെ അതേ ആ ഒരു സിംഗിൾ സീറ്റ് ആ ടാങ്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ 12 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അന്യായ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ സീറ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് കയറി ഇന്ന് കാണിച്ചിട്ട് അതിന് ജസ്റ്റ് മീറ്റർ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ മീറ്റർ. ആ ഒരു 3.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ചെറിയ ചെറിയ ഡീറ്റെയിൽസുകൾ നമുക്ക് മോഡ്സ് 4 മോഡ്സ് കാണാൻ പറ്റും. കണ്ടോ, സ്പോർട്ട് മോഡ്, റോഡ് മോഡ്, ഹേർബൻ, വെറ്റ്, ഇത്രയും മോഡ്സാണ് നമുക്ക് ഇതിലുള്ളത്. ജസ്റ്റ് നിൽക്കുക. ഇതാണ് ഇവിടെയാണ് നമുക്ക് ടോഗിൾ സ്വിച്ചസും കൺട്രോൾസൊക്കെ വന്നത്. നമുക്ക് ഫ്രണ്ടും നമുക്ക് ഹൈഡ്രോളിക് ക്ലച്ച് ലിവറും നമ്മുടെ ഫ്രണ്ട് ബ്രേക്കും കാണാൻ പറ്റും. നമുക്ക് DRL ഓൺ ഓഫ് ആക്കാനും ഹസാർഡും നമ്മുടെ കിൽ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. നമുക്ക് ABS ലെവലിൽ നോക്കാം. ഡുക്കാട്ടി വീലി കൺട്രോൾ ഉണ്ട്, ഡുക്കാട്ടി ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ടെമ്പറേച്ചർ കാണിക്കും, ടൈം, സെറ്റിങ്സിൽ പോവാം, എയർ ടെമ്പറേച്ചർ, ട്രിപ്പ് 1 ട്രിപ്പ് 2 ടോട്ടൽ കാര്യങ്ങളെല്ലാം. ഇത്രയും കാര്യങ്ങൾ, കുറേ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്റൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത വേർഷനിൽ ഓൾറെഡി ഉണ്ട്. 12 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിമേ ഇരുന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ജസ്റ്റ് വണ്ടിമേ കയറി കേട്ടോ. ഇതാണ് വണ്ടിയുടെ ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ, ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 904 mm വരെ സീറ്റ് ഹൈറ്റ് പോകും. പക്ഷേ ഇത് നമുക്ക് ആസ് ലോ ആസ് 849 mm വരെ നമുക്ക് സീറ്റ് ഹൈറ്റ് ലോ ആക്കി കൊണ്ടുവരാൻ പറ്റും. അത് കൂടാണ്ട് ഇതാണ് ഇതിൻ്റെ റൈഡിങ് സ്റ്റാൻസ്. പക്ക ഒരു ഹൈപ്പർ മോട്ടാറിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. ചെറിയൊരു ഷോർട്ട് റൈഡും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര കുറവാണ്. 151 kg വിത്തൗട്ട് ഫ്യൂൽ. 12 liters ഓഫ് ഫ്യൂലാണ്. കൂടി വന്നാൽ നമുക്കൊരു 160 to 170 kg വരെ നമുക്കിതിനുണ്ടാവും. ഞാൻ ജസ്റ്റ് എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് എക്സോസ്റ്റ് നോട്ട്? അപ്പോൾ നമുക്കൊരു ഷോർട്ട് ഡ്രൈവ് പോവാം. കയറി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. കയറിയിരിക്കുമ്പോൾ തന്നെ സീറ്റ് ആയിട്ട് വരുന്നത് 850+ ഉണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് കാണിച്ചു തരാം. ആ കേബിളൊക്കെ പോയിട്ടുണ്ട്, പ്രാന്തം വണ്ടിയുടെ കേബിൾ കേട്ടോ. ന്യൂട്രൽ, ഭയങ്കര ചെറിയ ക്ലസ്റ്ററാണ് കൊടുത്തേക്കുന്നത്. ഹൈപ്പർ മോട്ടാഡ്. എൻ്റെ മോനെ, സസ്പെൻഷൻ മോണനുസരിച്ച് ആ കേബിൾ പോകണുണ്ടോ. പോവാം. അപ്പോൾ ദ മോസ്റ്റ് പവർഫുൾ സിംഗിൾ സിലിണ്ടറിൻ്റെ എക്സോസ്റ്റാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അത് ഇവിടെയാണ് നമ്മുടെ മോഡ്സ് സെലക്ട് ചെയ്യണത്. നമുക്ക് സ്പോർട്ട് മോഡ് ഉണ്ട്, റോഡ്, ഏർബൻ, വെറ്റ്, ഇത്രയും മോഡ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് റോഡിൽ തന്നെ ഇടാം. ഒരു പ്രസ്സിൽ തീർന്നു. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇവിടെ RPM ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്, ടോട്ടൽ കിലോമീറ്റേഴ്സ്, വാർണിംഗ് ലാംപ്സും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ പാർക്ക് ലൈറ്റ്, DRL മാത്രം ഓണാക്കാനുള്ള ഓപ്ഷൻ. നമ്മുടെ ഹസാർഡ് സ്വിച്ചസ്, 12 liters ഓഫ് പെട്രോൾ ടാങ്ക്, ദ 659cc, 77 bhp. ഓ മാൻ, ഓക്കെ മാൻ, ഇത് കുട്ടി വണ്ടി ഇട്ടത്
ഇത് നോക്കിയ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. സച്ച് എ സ്മോൾ ബൈക്ക്, സച്ച് എ സ്മോൾ 151 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. wanna hear the most powerful. എൻ്റെ പോലെ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുത്ത് വേലിലേക്ക് എറിഞ്ഞാലിപ്പോൾ എനിക്കൊന്ന് പറയാം. ചേട്ടാ കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകായിരുന്നു. എൻ്റെ ആളിയാ ഫ്രണ്ട് പോയി. ഓ മൈ ഗോഡ്. വീൽ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, എഞ്ചിൻ ബ്രേക്കിംഗ്, കോർണറിങ്, ABS, ബോഷിൻ്റെ ABS സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും അൾട്രാ ഹൈടെക് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അറിയാലോ, ഡുക്കാട്ടി ഈസ് ഓൾവേസ് വിത്ത് ഇലക്ട്രോണിക്സ്. കുറേ ഇലക്ട്രോണിക്സ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അകത്ത് മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1299 എഞ്ചിൻ വെച്ചിട്ടാണ് ഈ എഞ്ചിൻ ഡെറൈവ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മാൻ ഐ ജസ്റ്റ് ലവ്. ഒരെണ്ണം എടുത്താലോ ഗൈസ്. ഓ മൈ ഗോഡ്, ദ മോസ്റ്റ് പവർഫുൾ സിംഗിൾ സിലിണ്ടർ വണ്ടി എന്ന് പറയുമ്പോണ്ടല്ലോ അന്യായം എന്ന് വെച്ചാൽ വേറെ ലെവൽ. 3rd ഗിയറിലാണ്, അതായത് 9750 RPM നമുക്ക് ആ ഒരു പവർ കിട്ടുന്നത്. മാൻ, ദിസ് ഇസ് ഇൻസെയിൻ. ഒന്നുമില്ല ഫ്രണ്ടിൽ. ഞാൻ ഇരിക്കുന്ന നോക്കിയ പക്ക ഹൈപ്പർ മോട്ടാർഡ്. ഓ മൈ ഗോഡ്, ഡ്രീമാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ മുമ്പത്തെ ഹൈപ്പർ മോട്ടാർഡ് നമ്മുടെ L2-നാണ് എനിക്കിത്. പക്ഷേ ഇത് പേടിപ്പിച്ച് കളഞ്ഞു എന്നെ. ടെൻഷനാക്കി ഗൈസ് ചെറുതായിട്ട്. പൊട്ടണൊക്കെ ഉണ്ട്. ഡുവൽ എക്സോസ്റ്റ് ആണ് നമുക്ക്. ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല, അത് ഭയങ്കര അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. പക്ഷേ എനിക്ക് അങ്ങനെ കുഴപ്പം തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഓരോ ഓപ്ഷനൊക്കെ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ ഒന്നും കൂടെ കൈ എടുത്ത് നോക്കാം. എൻ്റെ മോനെ സീൻസാണ് കേട്ടോ. ഐ എം സോ സോറി ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇത് വല്ലാത്ത ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ വില പക്ഷേ 19 ലക്ഷം രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ്. ഇറ്റ്സ് സച്ച് എ കൂൾ മോട്ടോർ സൈക്കിൾ. ആൻഡ് ഇതിൻ്റെ സർവീസൊക്കെ 15,000 സർവീസ് അവർ പറഞ്ഞിരിക്കുന്നത്. 15,000 കിലോമീറ്റേഴ്സിൽ നമുക്ക് സർവീസ് ആണ്. അത് 30,000 വാല്യൂ ക്ലിയറൻസ് വന്നേക്കണം കേട്ടോ. ആൻഡ് സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. ഇതിപ്പോൾ അലോയ് വീൽസ് ആണ്. ആൻഡ് റോസ് ഓഫ് 4 ടയേഴ്സാണ് ഇതിൽ കൊടുത്തേക്കണത്. സോ പക്ക ഗ്രിപ്പുള്ള ടയേഴ്സ് ആയിരിക്കും. നമുക്ക് സസ്പെൻഷനൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ഡാമ്പൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എടുക്കുമ്പോൾ ആരാല്ലേ സസ്പെൻഷനൊക്കെ നോക്കണം. ഇതിൽ സ്പോക്ക് വീൽസൊക്കെ ഇട്ടിട്ട് ചെറിയ ഓഫ് റോഡ് സ്പെക്കിലൊക്കെ ഇറക്കാം. മാൻ, വീലിയൊക്കെ അടി എന്നൊക്കെ പറഞ്ഞ് പോകണമെന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കൊന്ന് സ്പോർട്ട് മോഡ് ഇട്ട് നോക്കാം എത്രത്തോളം അക്രമം ഈ വണ്ടി കാണിക്കുമെന്ന്. 690 അല്ലേ, 659cc. എൻ്റെ മോനെ ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടല്ലോ. പക്ഷെ എനിക്ക് പൊസിഷൻ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൈഡിങ് പൊസിഷനാണ്. ഐ ആം സച്ച് എ ഫാൻ ഓഫ് സൂപ്പർ മോട്ടോ. അപ്പോൾ പക്ക പൊസിഷൻ. ഡ്യൂക്കിൻ്റെ സൗണ്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്ത്. നമ്മൾ കൈയുടെ ഓബ്വിയസ്ലി സിംഗിൾ സിലിണ്ടർ വണ്ടിയാണെങ്കിലും മാൻ നെക്സ്റ്റ് ലെവൽ. ബ്രേക്സ് ഒക്കെ വരുന്ന പക്ക ബ്രേക്സ് ഇട്ടോ ഈ ഒരു സ്പീഡിലൊക്കെ. ഹൈ സ്പീഡ് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ എത്ര സ്പീഡ് എത്തിയെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഞാൻ അത്ര ഫ്രണ്ടിലോട്ട് നമ്മൾ ജസ്റ്റ് മീറ്റർ നോക്കാൻ താഴത്തേക്ക് നോക്കണം. അപ്പോഴേ നമുക്ക് മീറ്റർ കാണാൻ പറ്റുള്ളൂ. സ്പോർട്സ് മോഡ് പിന്നെ അക്രമമായിട്ടോ വണ്ടി. ഓഹോ മാൻ, 77 bhp ആൻഡ് 64 Nm ഓഫ്. ഈ ഭയങ്കര എസ്തെറ്റിക് വൈസ് ഭയങ്കര രസമാണ് കാണാൻ. ആരായാലും ഒന്ന് നോക്കിപ്പോവും. കാര്യം ഹൈപ്പർ മോട്ടാർഡ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. ആ ഒരു അതും ഇപ്പോൾ സിംഗിൾ സിലിണ്ടർ എനിക്ക് തോന്നുന്നത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക കളക്റ്റബിൾ ഐറ്റം എന്ന് പറയുക. ഇനി എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടി ഇനി ഡുക്കാട്ടി ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി ഇനി നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ ഇലക്ട്രിക്കും മോസ്റ്റ്ലി IC എഞ്ചിൻസൊക്കെ ഇപ്പോൾ കൊല്ലാൻ നോക്കുകയാണ് ആൾക്കാർ. അപ്പോൾ
ഈ ഒരു വണ്ടി ഇനി എനിക്ക് തോന്നുന്നുള്ള മാർക്കറ്റിൽ ഇനി നമുക്ക് കാണാൻ കിട്ടും എന്നൊക്കെ. ഇതൊരു രക്ഷയില്ല കേട്ടോ. കാര്യം ഇതാണ് എനിക്കിഷ്ടം. ആ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു കേബിള് മുകളിലേക്കും താഴത്തേക്കും പോണ അത് ചാനൽ ചെയ്ത് വെച്ചേക്കും കേട്ടോ അവർ. 3rd ഗിയർ 4th ഗിയർ. ഫോർത്ത് ഗിയർ ഒന്നും വലിയല്ല, വെറുതെ സോറി വലിപ്പിക്കുന്നതിന് ക്ഷമിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഷോർട്ട്, വെരി ഷോർട്ട് സ്പിൻ, മേ ബി 2 കിലോമീറ്റർ സ്പിൻ. വണ്ടി കയറ്റി വിടണം. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണെങ്കിലും സമയം കിട്ടിയില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പൊളിയും കൂടെ പൊളിക്കാം. ആരും ഇങ്ങനെ റോട്ടിലൊന്നും പൊളിക്കരുത്. ഉള്ളിൽ നിന്ന് വലിച്ച ആത്മാവിനെ വലിച്ചിടും പോലെ അതേപോലെ കേട്ടോ വലിച്ചിടും പോണ വണ്ടി. യെസ്, സോ അതൊക്കെയാണ് നമ്മുടെ വണ്ടീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ആൻഡ് പിള്ളേരെയൊക്കെ ഞാനിങ്ങനെ ഈ വണ്ടിയൊക്കെ കണ്ട ഞാനും ഒന്ന് ചേട്ടാ ഒരു കൈ കൊടുക്കുമോ, ചേട്ടാ എങ്ങനെയുണ്ട് വണ്ടി എന്നെങ്കിലും ചോദിക്കും ഞാൻ. അതും റെഡ് കളറിൽ സൈക്കോ ബൈക്ക്. മിസൈൽ ഞാൻ പറയുന്നില്ല, ഞാൻ റോക്കറ്റിൻ്റെ ആളായതുകൊണ്ട് ഇത് റോക്കറ്റ് ഇല്ല, ഇത് ഒരു വെടിക്ക് പോകുന്ന റോക്കറ്റാന്ന് പറയാം. ഒരു രക്ഷയില്ല മാൻ. സോ ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് ആ പ്രാന്തം വണ്ടി. ആ എൻജിനൊക്കെ കണ്ടു. ആ 1299 സൂപ്പർ ക്വാഡ്രോ എന്നാണ് ഈ ഒരു എൻജിന് അവർ വിശേഷപ്പെടുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്ന. അലുമിനിയം സ്വിംഗ് ആംസ്, ലിങ്ക് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷൻ, സാക്സിൻ്റെ സസ്പെൻഷനാണ്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ഫ്രണ്ടും ബാക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഡുവൽ എക്സോസ്റ്റ്. ഓക്കെ, സോ യെസ് അതൊക്കെ തന്നെയായിരുന്നു.